ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്ലവർ ഷോക്ക് പോയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഇന്നത്തെ ഫ്ലവർ ഷോക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ കെട്ടിയോനെ കൂട്ടാണ്ട് ഇവരോടൊപ്പം ഫ്ലവർ ഷോക്ക് പോകുന്നത്. ആൾക്ക് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലിയും അതുപോലെ പെങ്ങളും ഫാമിലിയും നമ്മളും ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒപ്പം പോകുമ്പോൾ വേറൊരു വൈബും ഇവരോടൊപ്പം പോകുമ്പോൾ അതിലും വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് കയറുന്ന സ്ഥലത്ത് ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധ അവിടുത്തെ ഫുഡ് കോർട്ടിലേക്കായിരുന്നു കേട്ടോ. ആദ്യത്തെ പരീക്ഷണം സ്വീറ്റ് കോണിലായിരുന്നു, പിന്നീട് പോപ്കോണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വരും വീഡിയോസിൽ ഉൾപ്പെടുത്തു കേട്ടോ. ഫ്ലവർ ഷോ എന്ന് പറയുമ്പോൾ തന്നെ വെറൈറ്റി ടൈപ്പ് പൂക്കളായിരുന്നു കേട്ടോ. പിന്നെ ഈ വർഷത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ലവ് ബേർഡ്സിനെയും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വർഷത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു റോബോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചത്തു പോകുന്നുണ്ടായിരുന്നു. ചത്തു പോവുക മീൻസ് അതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ടാണാവോ ഇത് ഇങ്ങനെ തന്നെ ആണോ എന്ന് അറിയില്ല. നമുക്കൊരു ഹായ് മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ. പിന്നെ പെട്ടെന്ന് തന്നെ അതവിടെ ഡൗൺ ആയി പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സ്ഥലമായ സ്റ്റാളിലേക്കായിരുന്നു കേട്ടോ. അവിടുത്തെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തത് കാണിക്കാം കേട്ടോ. ബൈ.